ഹലോ വെൽക്കം ബാക്ക് ടു വാക്വോ ലേണിംഗ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആർ യു എന്ന് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു തുടങ്ങാമെന്ന് പഠിച്ചു അല്ലേ. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡു യു എന്ന് യൂസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെ ചോദ്യം ചോദിച്ചു തുടങ്ങാം എന്നാണ്. അപ്പോൾ തുടങ്ങിയാലോ. നമ്മൾ പതിവായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അതായത് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, അല്ലെങ്കിൽ മാറ്റമില്ലാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കാൻ നമുക്ക് ഡു യു എന്ന് വെച്ചിട്ട് ചോദ്യം ചോദിച്ചു തുടങ്ങാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ചോദിക്കുന്നത് കേട്ടിട്ടില്ലേ, നിങ്ങൾ കൊച്ചിയിലാണോ താമസിക്കുന്നത്? നമുക്ക് എങ്ങനെ ചോദിക്കാം? ഡു യു ലിവ് ഇൻ കൊച്ചി? അങ്ങനെ ചോദിക്കാം അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ചോദിക്കുന്നത് മാറ്റമില്ലാത്ത സ്ഥിരമായിട്ടുള്ള കാര്യമാണ് അല്ലേ. ഇവിടെ നമ്മൾ ഒരിക്കലും ആർ യു ലിവ് ഇൻ കൊച്ചി എന്ന് ചോദിക്കില്ല, ഡു യു ലിവ് ഇൻ കൊച്ചി എന്നാണ് നമ്മൾ ചോദിക്കുക. ഇത് സ്ഥിരമായിട്ട് മാറ്റമില്ലാതെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോഴാണ്. വേറൊരു എക്സാമ്പിൾ നോക്കാം. ഡു യു വർക്ക് ഇൻ എ ബാങ്ക്? നിങ്ങൾ ബാങ്കിലാണോ വർക്ക് ചെയ്യുന്നത്? ഇവിടെ നമ്മൾ ചോദിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തെക്കുറിച്ചിട്ടല്ല, നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ്. അതായത് ബാങ്കിലാണോ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ ഇങ്ങനെ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ പതിവായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഡു യു എന്ന് വെച്ചിട്ട് ചോദ്യം ചോദിച്ചു തുടങ്ങാം. ഇനി ഈ ചോദ്യങ്ങളൊക്കെ എങ്ങനെ വന്നിരിക്കുമെന്ന് നോക്കൂ. ഡു യു ലിവ് ഇൻ കൊച്ചി, ഡു യു വർക്ക് ഇൻ എ ബാങ്ക്, ഇവിടെയെല്ലാം ഡു യു കഴിഞ്ഞിട്ട് ലിവ്, വർക്ക് എന്നൊക്കെയല്ലേ വന്നിട്ടുള്ളത്. ഇതൊക്കെ നമ്മുടെ വേർബിൻ്റെ ബേസ് ഫോമാണ്. അതായത് വേർബിൻ്റെ കൂടെ എസ്സോ ഐ എൻ ജിയോ ഇ ഡിയോ ഒന്നുമില്ല. ലിവ്സ്ന്നോ ലിവ്ഡെന്നോ ലിവിങ്ങെന്നോ അങ്ങനെ ഒന്നും വരില്ല. ഓൺലി വേർബിൻ്റെ ബേസ് ഫോം മാത്രമാണ് ഡു യു കഴിഞ്ഞതിന് ശേഷം വരിക. ഇനിയൊരു ചോദ്യം, നിങ്ങൾ വയലിൻ വായിക്കാറുണ്ടോ? എങ്ങനെ ചോദിക്കാം നമുക്ക്? ഡു യു പ്ലേ വയലിൻ? അങ്ങനെ ചോദിക്കാം അല്ലേ. ഇവിടെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ചോദിക്കുന്നത്, ചിലപ്പോൾ ഹോബി ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഡു യു എന്ന് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചു തുടങ്ങിയത്. ഇനി മറ്റൊന്ന്, നിങ്ങൾ ഒരുപാട് സമയം ടി വി കാണാറുണ്ടോ? നമുക്ക് എങ്ങനെ ചോദിക്കാം? ഡു യു വാച്ച് എ ലോട്ട് ഓഫ് ടി വി? അങ്ങനെ ചോദിക്കാം അല്ലേ. നിങ്ങൾ ഇപ്പോൾ ടി വി കാണുന്നുണ്ടോ എന്നല്ല ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ ചോദിക്കാം? ആർ യു വാച്ചിങ് ടി വി നൗ എന്ന് ചോദിക്കാം. ഇവിടെ നമ്മൾ നിങ്ങൾ പതിവായിട്ട് ഒരുപാട് സമയം ടി വി കാണാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഡു യു വാച്ച് എ ലോട്ട് ഓഫ് ടി വി എന്ന് ചോദിക്കുന്നത്. അതുപോലെ നമ്മൾ ചോദിക്കാറില്ലേ, നിങ്ങൾക്കൊരു സഹോദരി ഉണ്ടോ? ഡു യു ഹാവ് എ സിസ്റ്റർ? നിനക്കൊരു കാറുണ്ടോ? ഡു യു ഹാവ് എ കാർ? അപ്പോൾ ഇതിൽ നിന്നൊക്കെ എന്ത് മനസ്സിലായി? നമുക്ക് സ്വന്തമായിട്ടുള്ള എന്തിനേലും കുറിച്ച് ചോദിക്കുമ്പോൾ, സ്വന്തമായിട്ടുള്ള എന്തിനേലും കുറിച്ച് മറ്റുള്ളവരോട് ചോദിക്കണമെങ്കിലും നമുക്ക് ഡു യു എന്ന് വെച്ചിട്ട് തന്നെ ചോദ്യം ചോദിച്ചു തുടങ്ങാം. ഡു യു ഹാവ് എ കമ്പ്യൂട്ടർ? നിനക്കൊരു കമ്പ്യൂട്ടർ ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ. ഇനി നമ്മൾ വേറെ ഒരു കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടോ? ഡു യു സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് നമ്മൾ ചോദിക്കില്ലേ. വേറെ ഒന്ന് നോക്കിയേ, നമ്മൾ കോമൺ ആയിട്ട് കേട്ടിട്ടുള്ളതാണ്, സാധാരണയായിട്ട് കേട്ടിട്ടുള്ളതാണ്. എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ചായ കുടിക്കാറുണ്ടോ? നമ്മൾ എങ്ങനെ ചോദിക്കുക? ഡു യു ഡ്രിങ്ക് ടീ എന്ന് ചോദിക്കൂ അല്ലേ. നിങ്ങൾ ഇപ്പോൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നല്ല ചോദിച്ചിട്ടുള്ളത്, നിങ്ങൾ പതിവായിട്ട് സ്ഥിരമായിട്ട് ചായ കുടിക്കാറുണ്ടോ എന്നാണ് ചോദിച്ചത്. അതുകൊണ്ട് നമ്മൾ ഡു യു ഡ്രിങ്ക് ടീ എന്നാണ് ചോദിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം ഇഷ്ടമാണോ എന്നൊക്കെ ചോദിക്കണമെങ്കിലും നമുക്ക് ഡു യു എന്ന് വെച്ചിട്ട് തന്നെ ചോദ്യം ചോദിച്ചു തുടങ്ങാം. ഒരു എക്സാമ്പിൾ നോക്കാം. നിനക്ക് ഐസ്ക്രീം ഇഷ്ടമാണോ? നമുക്ക് എങ്ങനെ ചോദിക്കാം? ഡു യു ലൈക്ക് ഐസ്ക്രീം എന്ന് ചോദിക്കാം അല്ലേ. നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണോ? എങ്ങനെ ചോദിക്കും? ഡു യു നീഡ് എനി ഹെൽപ്പ് എന്നൊക്കെ ചോദിക്കും. ഇതെല്ലാം നമ്മൾ കണ്ടത് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആളോട്, അതായത് നിങ്ങളോട് ഞാൻ ചോദ്യം ചോദിച്ചതാണ് അല്ലേ. ഇനി നമുക്ക് അവരെ കുറിച്ച് എന്തെങ്കിലും ചോദിക്കുമ്പോൾ നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ വരുമെന്ന് നോക്കാം. അവർക്ക് അവനെ വിശ്വാസമുണ്ടോ? നമുക്ക് എങ്ങനെ ചോദിക്കാം? അവർക്ക് അവനെ വിശ്വാസമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഡു ദേ ട്രസ്റ്റ് ഹിം എന്ന് നമുക്ക് ചോദിക്കാം അല്ലേ. അവർ ഇംഗ്ലീഷ് സംസാരിക്കുമോ? ഡു ദേ സ്പീക്ക് ഇംഗ്ലീഷ്? അപ്പോൾ എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? നമ്മൾ ഡു കഴിഞ്ഞിട്ട് യു യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഡു കഴിഞ്ഞിട്ട് വി ആണെങ്കിലും ദേ ആണെങ്കിലും എല്ലാം യൂസ് ചെയ്യാം. അവിടെ വ്യത്യാസമൊന്നുമില്ല. ഇനി നമ്മൾ ഒരാളെ കുറിച്ചാണ് പറയുന്നതെങ്കിലോ, അതായത് അവനെയോ അവളെയോ കുറിച്ചാണ് പറയുന്നതെങ്കിലോ, അപ്പോൾ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഡു അല്ല യൂസ് ചെയ്യുക, ഡസ് ആണ് യൂസ് ചെയ്യുക. അവൻ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടോ? ഡസ് ഹി സ്പീക്ക് ഇംഗ്ലീഷ് എന്നാണ് നമ്മൾ ചോദിക്കുക. ഒരാളെ കുറിച്ചാണ് ചോദിക്കുന്നത്, അതുകൊണ്ട് ഡസ് ഹി സ്പീക്ക് ഇംഗ്ലീഷ് എന്നാണ് ചോദിക്കുക. അവൾ ഡൽഹിയിലാണോ താമസിക്കുന്നത്? എങ്ങനെ ചോദിക്കും? ഡസ് ഷി ലിവ്സ് ഇൻ ഡൽഹി? അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ ഇതിൽ നിന്നൊക്കെ എന്ത് മനസ്സിലായി? നമ്മൾ ഒരാളെ കുറിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ, അവനെയോ അവളെയോ കുറിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ ഡു അല്ല ഡസ് ആണ് യൂസ് ചെയ്യുക. ഹി അല്ലെങ്കിൽ ഷീ ഓർ ഇറ്റ് വന്നാൽ നമ്മൾ ഡസ് യൂസ് ചെയ്യും. നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായല്ലോ, ഒരാൾ പതിവായിട്ട് ചെയ്യുന്ന സ്ഥിരമായിട്ട് ചെയ്യുന്ന പ്രവൃത്തികളെ കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ ഡു യു എന്ന് വെച്ച് ചോദ്യം ചോദിച്ചു തുടങ്ങാം. അപ്പോൾ ആർ യു ഡു യും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായല്ലോ.
അപ്പോൾ ഇനി നമ്മുടെ മൂന്നാമത്തെ ആളായിട്ടുള്ള ഹാവ് യുവിനെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പരിചയപ്പെടാം. ബൈ ഫ്രം വാക്വോ.